ഹായ്. നമ്മൾ നന്ന് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കരഞ്ഞ് വാശി പിടിക്കുമ്പോഴൊക്കെ അടുത്തുള്ള ചില ആളുകളെ കാണിച്ച് നമ്മളെ പേടിപ്പിക്കലുണ്ടായിരുന്നു അല്ലേ? കരച്ചിൽ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ പേടിപ്പിച്ച് നിർത്തി. ഇന്നും നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന കാര്യമാണത്. അവർ വരുന്നുണ്ട്, ഇവർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചില മൃഗങ്ങളെ കാണിച്ച് ഒക്കെ നമ്മൾ പേടിപ്പിക്കാറുണ്ട്. ആ പേടിയൊക്കെ വലുതായി വരുന്തോറും നമുക്കില്ലാതായത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രാത്രിയിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പുറകിൽ വെളിച്ചം പിടിച്ച് ആരെങ്കിലുമൊക്കെ പുറകിൽ വന്ന് നിൽക്കേണ്ട ഒരു പേടിക്കാലം ഉണ്ടായിരുന്നു നമുക്കൊക്കെ. അങ്ങനെയുള്ള പേടികളൊക്കെ ഇന്ന് നമുക്ക് ഇല്ലാതായിരിക്കും. ഈ പേടിയൊക്കെ എങ്ങനെയാണ് ഇല്ലാതെ ആയത് എന്നാലോചിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ 1-ാം ക്ലാസ് മുതൽ 2-ാം ക്ലാസ് വരെ സ്കൂളിലേക്ക് പോകാൻ പുറകിൽ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിമാരോ ഏട്ടന്മാരോ ഒക്കെ വന്നിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. ഈ പേടിയും ഇന്ന് നമുക്കില്ല. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നഷ്ടമായത് അല്ലെങ്കിൽ ആ പേടിയൊന്നും ഇല്ലാതായത് എന്നോർത്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ പേടിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മളോളം ഇല്ല എന്ന് സ്വയം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പേടികളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളോളം വരില്ല നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ പേടിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് പേടിയായിട്ട് തോന്നില്ല. ഇപ്പോഴും ഇത്രയും വലുതായി ഇത്ര പ്രായമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ പേടിച്ച് ജീവിക്കുന്നവരാണ് നമ്മളുടെ ചുറ്റിലുള്ള ഒരുപാട് പേര്. ഈ പേടിയും നാളെ പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനുള്ള ചില ഓർമ്മകളോ ആയിട്ട് മാറും. പിന്നെ നമുക്ക് പേടിയില്ലാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറകിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിച്ച് പിടിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിച്ച് പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് പിന്നെ പേടിക്ക് നമുക്കുണ്ടാകുന്ന മറ്റൊരു കാര്യം. അങ്ങനെ നമ്മളെ രക്ഷിച്ച് പിടിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ധൈര്യം നമ്മുടെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നുള്ള തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ച് നമ്മളോട് സംസാരിക്കാൻ വരികയും ശരികൾക്കൊന്നും യാതൊരു വിലയുമില്ലാതെയാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിലുണ്ടായി കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ പിന്നെ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒന്നിനെയും പേടിയും ഉണ്ടാവില്ല.